ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഒരു മിക്സിയുടെ ജാറിലോട്ട് മല്ലിയിലയും പുതിനയിലയും സവാളയും പിന്നെ തക്കാളിയും കൂടെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കാണിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സവാള എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് സവാള അരിഞ്ഞത് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ അതങ്ങനെ ചേർക്കുകയാണ്. അല്ലെങ്കിൽ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് ചേർത്താൽ മതി, ഒന്ന് അരച്ചെടുക്കാനുള്ളതല്ലേ. ഇനി ഇതിലേക്കൊരു 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി അതും ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, ഇനി കാശ്മീരിയാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക്, അതായത് 1 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കടലപ്പരിപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്നൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ചേർത്തോളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ ഒരു ഉഴുന്നൊക്കെ ഒരു ബ്രൗൺ കളറിലോട്ട് എത്തണേ, ആ ഒരു സമയം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ദാണ്ട ഉഴുന്നിന്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കണ്ടോ, ഈ ഒരു കളറിലെത്തണം. അപ്പൊ ഈ ഒരു കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊതുവേ എണ്ണയും ഞാനും തമ്മിൽ അത്ര ചേർച്ചയില്ല. എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ എണ്ണയൊക്കെ തെറിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കാര്യം ഇതിൻ്റെയൊക്കെ പച്ചമണം നല്ല പോലെ മാറിക്കിട്ടണം. അപ്പൊ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കിയിട്ട് ആ മിക്സിയുടെ ജാറുണ്ടല്ലോ നമ്മൾ ഇത് അരച്ചെടുത്ത്, അതിൽ ഈ ഒരല്പം വെള്ളം, ഒരുപാട് വെള്ളം ഒന്നും ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് സമയം ഇതൊന്ന് കുക്കാവാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പച്ച ചുവ ഉണ്ടാവും. അപ്പോഴ് കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. അത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ഈ വെള്ളമൊക്കെ തിളച്ചൊന്ന് വറ്റി വരണേ, അപ്പോഴേക്കും ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല പോലെ കുക്കായിട്ടുണ്ടാവും. അപ്പൊ അതാണ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഒരല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പുളിയെടുത്ത് അത് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ആക്കിയിട്ട് ഇത് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് ആ ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. ഇപ്പൊ ദാണ്ടെ നല്ലപോലെ തിളച്ച ഗ്രേവി ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോഴേ അറിയാം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ജസ്റ്റും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ഐറ്റം, അതായത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും, അപ്പൊ ഒരു കൈപ്പിടിയോളം മല്ലിയിലയും അതിലും കുറച്ചായിട്ട് പുതിനയില എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, മല്ലിയില അരിയാൻ മറന്നുപോയി. അപ്പൊ മല്ലിയില കട്ട് ചെയ്ത് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ചെറിയ അല്ലെങ്കിൽ കൈ വെച്ചൊന്ന് പിച്ചിട്ട് കൊടുത്താലും മതി. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കേട്ടോ, പെട്ടെന്ന് ഓർക്കാതെ ചേർത്തതാണ്. പക്ഷെ പിന്നെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കുക. അപ്പം നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കി ആ ഇലകളൊക്കെ ഒന്ന് വാടി വരണം, വാടി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊണ്ടിരിക്കണം. അപ്പോഴേക്കും ആ ഗ്രേവിയിൽ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളത്തിന്റെ അംശവും അങ്ങ് വറ്റി തുടങ്ങും. ഇപ്പൊ താണ്ട കണ്ടോ, ഇലയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. നല്ലപോലെ ഗ്രേവി ഇതുപോലെ വറ്റി വരണം, ഇതുപോലെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണേ.
ഇപ്പൊ ദാണ്ട നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇലയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പൊ ഉപ്പൊക്കെ ഈ സമയം വേണമെങ്കിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്തോണേ. അപ്പൊ എനിക്ക് പാകമായിരുന്നു. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. സംഭവം ഇത്രേ ഉള്ളൂ. കണ്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ഐറ്റം ആണ് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മല്ലിയില കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ നീണ്ട് കിടക്കും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം ആണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം. പിന്നെ ഒരു പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ കിടിലമായിരിക്കും. പിന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിൾ അല്ലേ. ഇനി ഇതങ്ങോട്ട് ആ ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ചെടുത്തിട്ട് നന്നായിട്ട് ഇത് ആ ചോറുമായിട്ടൊന്ന് കുഴച്ച് വേണം കഴിക്കാൻ കേട്ടോ. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു ഉരുള അങ്ങോട്ട് കഴിക്കണം. ഹാവൂ, എന്താ ടേസ്റ്റ് എന്നറിയോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.